ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനിയും ഓണത്തിന് ദിവസങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ കറിയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് വരികയാണ്. അപ്പം കറി വെക്കാൻ അറിയാത്തവർക്കും ഇതുവരെ കറി വെച്ചവർക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കറികളുടെ രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറികളുടെ രീതിയെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വേണം. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി. അതേപോലെ തന്നെ ഇഞ്ചിക്കറി നമ്മൾ ഇന്നലെ വെച്ചു. അതുപോലെ ഇന്ന് ഇനി പച്ചടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, അപ്പം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ ഇപ്പം എൻ്റെ വീട്ടിൽ കുമ്പളങ്ങ ഇല്ലായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പളങ്ങയാണത്. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ ഉള്ളവരും ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ചേച്ചി കൊണ്ടുവന്നതാണ് ഈ കുമ്പളങ്ങ. അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അപ്പം വെള്ളരിയോ എന്തുണ്ടെങ്കിലും നമുക്ക് പച്ചടി ഉണ്ടാക്കാം. പച്ചടിക്കൊക്കെ നമ്മൾ ഇച്ചിരി എടുത്താലും കുറേ കാണും. ഇതൊക്കെ ഞങ്ങളുടെ അമ്മണി കഴിച്ചോളും. നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. ഇത് നമുക്ക് ചെത്തി കഴുകി അരിഞ്ഞെടുക്കണം. പകുതി അവിടെ ഇരിക്കട്ടെ, നമുക്ക് സാമ്പാറിന് അവിയലിനൊക്കെ എടുക്കണത്. ഇതെല്ലാം ചെത്തി എടുത്ത് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞു. നമുക്കിത് കഴുകി അരിഞ്ഞുകൊണ്ട് വരാം. അപ്പം പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള കുമ്പളങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമുറി കുമ്പളങ്ങ ഞാൻ എടുത്തിരുന്നു. അതിപ്പോൾ ഇത്രയും ബാക്കി അധികമാണ്. അരിഞ്ഞപ്പം കുറേ ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അത് ഞാനങ്ങ് മാറ്റി വെച്ചു. അപ്പം അതിന് ഒരു കട്ടോരി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് അതേ കട്ടോരി തന്നെ തൈരും എടുത്തിട്ടുണ്ട്. ഉള്ളി 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്. പിന്നെന്ന് വെച്ചാൽ ഇതിന് 2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുക് നമുക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കണം. അതാണ് പച്ചടിയുടെ ഒരു ടേസ്റ്റ്. ഇത്രയും ജീരകം കൂടി നമുക്ക് ചേർക്കാം. നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഈ തേങ്ങയുടെ പുറത്തോട്ടങ്ങ് ഇടാം. നമുക്ക് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇനി ഈ തൈര് ഒഴിച്ച് തേങ്ങ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരണം. അപ്പം ജീരകവും കടുവിനകത്തിട്ടിട്ടുണ്ട്, തൈര് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിയും കൂടെ അതിലിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ചട്ടിയിലാണ് പച്ചടി വയ്ക്കുന്നത്. ഇപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുമ്പളങ്ങ ചട്ടിയിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. അതിനകത്ത് ഒരു പച്ചമുളകും കൂടെ ഇട്ടേക്കണം അത് വേവിക്കുമ്പോൾ. പിന്നെ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുമ്പളങ്ങ ഒന്ന് വേവിക്കാം. സ്വല്പം ഉപ്പും കൂടെ ഇട്ടേക്കാം. ഇതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കുമ്പളങ്ങ എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ വെന്തു. ഇനി നമുക്ക് തേങ്ങയും തൈരും കൂടെ അരച്ചത് ഇതിലോട്ട് ഒഴിക്കാം. ഈ തേങ്ങയ്ക്കകത്ത് പച്ചവെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഈ തൈര് ഒഴിച്ച് അരയ്ക്കുന്നതാണ്. നല്ല കുറുകുറാന്നിരിക്കുക. ഈ കടുകെല്ലാം ഒരുമിച്ചിട്ടങ്ങ് അരച്ചാൽ മതി. എല്ലാം അങ്ങ് അരഞ്ഞോളൂ. ഒന്ന് ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി തൈര്. വെറുതെ ഒരു കൊച്ചു പത വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി കടുക് വറുക്കുമ്പോൾ നമ്മൾ ഉള്ളി ഒന്നും ഇടേണ്ട കാര്യമില്ല. ഉള്ളിയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഈ പച്ചടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളുത്തിരിക്കണം. ഉള്ളിയൊക്കെ മൂപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം അങ്ങ് മാറും. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു. അതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലൊരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് പച്ചടിക്കകത്തോട്ട് ഇത് ഒഴിക്കാം.
സൂപ്പർ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പച്ചടി ഉണ്ടെങ്കിൽ ഓണസദ്യ കെങ്കേമമായിരിക്കും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നാളെ ഞാൻ വേറെ ഒരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ പച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം വരുന്നതായിരിക്കും. ഇനി അടുപ്പിച്ചടുപ്പിച്ച് ഒരാഴ്ച ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.